നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനക്കര ക്ഷേത്ര മൈതാനത്തിലാണ്. തിരുനക്കര ക്ഷേത്രത്തിലെ പൂരം നടക്കുന്ന ദിവസമാണിന്ന്. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞായിരിക്കും കാണാൻ സാധിക്കുക. കാരണം ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു കാലതാമസമാണ്. അതുപോലെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പൂരത്തിന് തയ്യാറെടുക്കുന്ന ആനകളുടെ കാഴ്ചകളാണ്. ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ആനകളൊക്കെ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഈ ആന വിശേഷങ്ങൾ പ്രധാനമായിട്ടും കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും മറ്റു പല വീഡിയോസിലും. അപ്പോൾ നമുക്ക് ആനപ്രേമികളായിട്ടുള്ള ആൾക്കാർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. തിരുനക്കര പൂരത്തിന് 22 ആനകളാണുള്ളത്. അപ്പോൾ ഈ ആനകളെ ഒരുക്കുന്നതും ഈ ആനകളെ കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പൂരത്തിൻ്റെ കുറച്ച് കാഴ്ചകളും അവസാനം നിങ്ങളെ കാണിക്കാം. പൂരത്തിന് ആനകൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ അവസാനം കാണിക്കാം. ഏതായാലും നമുക്ക് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പോയി ഈ ആനകളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ പൂരത്തിൻ്റെ കുറച്ച് ചരിത്രവും ഈ കാഴ്ചകൾ കാണുന്ന കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചരിത്രമുറങ്ങുന്ന ക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ തിരുനക്കര ക്ഷേത്രത്തിലെ പകൽപൂരവും ഏറെ പ്രശസ്തമാണ്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പൂരത്തിന്റെ തനി ആവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് പലപ്പോഴും തൃശൂരിനെ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും മധ്യ കേരളത്തിലെ അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ ഹൃദയമിടിപ്പ് നിലകൊള്ളുന്നത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പൂരത്തെയും ഉത്സവത്തെയും കേന്ദ്രീകരിച്ചാണ്. തെക്കങ്കൂർ രാജവംശത്തിന്റെ പ്രതാപവും ഭക്തിയും ഇഴചേർന്ന ഈ പുണ്യഭൂമിയിൽ മീനമാസത്തിലെ 10 ദിവസങ്ങൾ ആത്മീയതയുടെയും കലയുടെയും ഗജപ്രൗഢിയുടെയും സംഗമവേദിയായി മാറുന്നു. 22 ഗജവീരന്മാരാണ് പൂരത്തിന് അണിനിരക്കുന്നത്. ഈ ചടങ്ങ് കാണാൻ എല്ലാ വർഷവും 10,000-ങ്ങളാണ് കോട്ടയം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. തൃശൂർ പൂരത്തിന് സമാനമായ രീതിയിൽ ഇവിടെയും 2 ചേരുവാരങ്ങൾ മത്സര ബുദ്ധിയോടെ അല്ലെങ്കിലും വലിയ പ്രൗഢിയോടെ പൂരത്തിൽ പങ്കുചേരുന്നു. പൂരത്തിൽ ആനകളെ വിന്യസിക്കുന്നത് 2 പ്രധാന വിഭാഗങ്ങളായാണ്. പടിഞ്ഞാറൻ ചേരുവാരം തിരുനക്കരയപ്പന്റെ സ്വർണ്ണത്തിടമ്പ് വഹിക്കുന്നത് ഈ വിഭാഗമാണ്. ശിവശക്തി ഓഡിറ്റോറിയത്തിന് മുന്നിലായിട്ടാണ് ഇവർ അണിനിരക്കുന്നത്. അതുപോലെ കിഴക്കൻ ചേരുവാരം ഭഗവതിയുടെ തിടമ്പ് വഹിക്കുന്ന ഈ വിഭാഗം ഗണപതി കോവിലിന് സമീപമായി നിരക്കുന്നു. കഴിഞ്ഞ വർഷം പാമ്പാടി രാജനായിരുന്നു ദേവിയുടെ തിടമ്പേറ്റത്. എന്നാൽ ഇത്തവണ പാമ്പാടി രാജൻ പൂരത്തിനില്ല. പൂരത്തിന്റെ ഔദ്യോഗിക തുടക്കം കുറിക്കുന്നത് കിഴക്കേ ഗോപുരവാതിലിലൂടെ വേമ്പനാട് വാസുദേവൻ എന്ന ആന പുറത്തേക്ക് വരുന്നതോടെയാണ്. ഈ സമയം ആനകളുടെ ലക്ഷണങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള വിവരണം മൈക്കിലൂടെ മുഴങ്ങുന്നു.
തിരുനക്കര പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകൾ കേവലം ഒരു മൃഗങ്ങൾ മാത്രമല്ല, മറിച്ച് ഉത്സവപ്രേമികൾക്ക് അവർ വലിയ താരങ്ങളാണ്. ഓരോ ആനയ്ക്കും അവരുടേതായ പ്രത്യേകതയും ആരാധകരുമുണ്ട്. ഈ ആനകളുടെ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ആളുകളാണ് ഈ ക്ഷേത്ര മൈതാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളും പ്രായം ചെന്നവരും അങ്ങനെ പ്രായവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഈ ആനകളുടെ ഈ ഒരു കാഴ്ച കണ്ണിന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇത്രയും അടുത്ത് ആനകളെ കാണാനുള്ള അവസരം ജനങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യവുമാണ്. സ്വർണ്ണത്തിടമ്പിൽ തിരുനക്കര തേവരുടെ പ്രൗഢമായ എഴുന്നള്ളത്ത് എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത ഒരു കാര്യമാണ്. വർണ്ണാഭമായ കുടമാറ്റം, വാദ്യമേളങ്ങളുടെ പ്രഗത്ഭ ശ്രേണി അണിനിരന്ന് കൊട്ടിക്കേറുന്ന മേളം, മേളത്തിനൊത്ത് താളം പിടിച്ച് ആനന്ദ നിർവൃതിയിൽ മുഴുകുന്ന ഇതെല്ലാം കണ്ടും കേട്ടും ഭക്തിരസത്തിൽ ആറാടിയും ഉത്സവ കാഴ്ചകൾ ആസ്വദിച്ചും നഗരവീഥികളിൽ തിങ്ങി നിറയുന്ന ജനങ്ങൾ എല്ലാം ചേർന്ന് തിരുനക്കര തേവരുടെ ഉത്സവം കോട്ടയത്തെ ജാതി മത ഭേദമന്യേ ജനഹൃദയങ്ങൾ നെഞ്ചിലേറ്റുന്ന ഉത്സവമാണ്.
അതുപോലെ തന്നെ ഒരുപാട് വിദേശികളും ഈ ഒരു ഉത്സവം കാണാൻ വേണ്ടി എത്തുന്നുണ്ട്. ആനകളെ ഇത്ര അടുത്ത് നിന്ന് കാണുന്നതൊക്കെ അവർക്കും വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പാർവതി സമേതനായി പുത്രന്മാരോടൊപ്പം തിരുനക്കരക്കുന്നിൽ ഇരുന്നരുളുന്ന ഭഗവാൻ ക്ഷിപ്രപ്രസാദിയും ശാന്തപ്രകൃതനുമാണ്. ദർശന സുഖം മാത്രമല്ല, മനസ്സമാധാനവും സംതൃപ്തിയും പകർന്നു നൽകുന്ന പരമ സ്വാസ്തിക ഭാവത്തിലാണ് മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. വിളിച്ചാൽ ഓടിയെത്തുന്ന ദേവനായിട്ടല്ല, കൂടെ നിന്ന് നമ്മളെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന മഹാദേവനായിട്ടാണ് തിരുനക്കരയപ്പൻ നിലകൊള്ളുന്നത്. തിരുനക്കര ആറാട്ട് ദിവസം കാരാപ്പുഴ റോഡിലെ ദേശവിളക്ക് വളരെ പ്രശസ്തമാണ്. ജനങ്ങൾ നിറപറയും നിലവിളക്കും വെച്ച് തിരുനക്കരയപ്പനെ വരവേൽക്കുന്ന ദിവസം തിരുനക്കര ക്ഷേത്രത്തിന്റെ സ്വന്തം ആനയായ തിരുനക്കര ശിവൻ കോട്ടയംകാരുടെ പ്രിയപ്പെട്ട ശിവശങ്കരനാണ്. കോടനാട് ആന പരിശീലന കേന്ദ്രത്തിൽ നിന്ന് 1999 24 വയസ്സുള്ളപ്പോഴാണ് തിരുനക്കര ശിവനെ ക്ഷേത്രത്തിലേക്ക് വാങ്ങിയത്. ലക്ഷണമൊത്ത ക്ഷേത്രമാണ് തിരുനക്കര ക്ഷേത്രം. ഗോപുരവാതിൽ കടക്കാതെ പുറത്തുനിന്ന് ഭക്തർക്ക് ദേവദർശനം നൽകുന്ന അപൂർവ ക്ഷേത്രം കൂടെയാണ് തിരുനക്കര ക്ഷേത്രം. അഴകിന്റെ മുത്തുക്കുടുകൾക്ക് താഴെ സർവാഭീക്ഷ പ്രദായകനായി നിലകൊള്ളുന്ന മഹാദേവന്റെ പകൽപൂരം ജനമനസ്സുകളിൽ ആനന്ദത്തിന്റെ പൂരമാണ്. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പൂരം
കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ സവിശേഷമായ ഒരു അടയാളമാണ്. തെക്കങ്കൂർ രാജാക്കന്മാരുടെ കാലം മുതൽക്കേ നിലനിന്നു പോന്നിരുന്ന ഈ ഉത്സവ പ്രൗഢി ഗജവീരന്മാരുടെയും വാദ്യകലാകാരന്മാരുടെയും സാന്നിധ്യം കൊണ്ട് ഓരോ വർഷവും കൂടുതൽ തിളക്കമുള്ളതായിത്തീരുന്നു. കോട്ടയംകാരുടെ ഭക്തിയുടെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അടയാളമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രവും ഉത്സവവും. പാരമ്പര്യ കലകളെയും ആചാരങ്ങളെയും സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ആധുനികമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന തിരുനക്കര പൂരം കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ ഉത്തമ മാതൃകയായി ഇന്നും നിലകൊള്ളുന്നു. ഈ വർഷത്തെ പൂരത്തിന് അണിനിരക്കുന്ന ആനകൾ ഇവരൊക്കെയാണ്: പുതുപ്പള്ളി കേശവൻ, ഭരത് വിശ്വനാഥൻ, ഉഷശ്രീ ശങ്കരൻകുട്ടി, പാമ്പാടി സുന്ദരൻ, ഗുരുവായൂർ രാജശേഖരൻ, ചൈത്രം അച്ചു, കാളിയാർമഠം ശേഖരൻ, തുളമാക്കിൽ പാർത്ഥസാരഥി, വേമ്പനാട് അർജുനൻ, ഇത്തിത്താനം വിഷ്ണുനാരായണൻ, വേമ്പനാട് അനന്തപത്മനാഭൻ, അരുണിമ പാർത്ഥസാരഥി, തോട്ടയ്ക്കാട് കണ്ണൻ, വേമ്പനാട് വാസുദേവൻ, ഉണ്ണിപ്പള്ളി ഗണേശൻ, തോട്ടയ്ക്കാട് രാജശേഖരൻ, കരിമണ്ണൂർ ഉണ്ണി, വിഷ്ണുനാരായണൻ, കുടൽമാണിക്യം മേഘാർജുനൻ, കല്ലുതാഴെ ശിവസുന്ദർ, കൊച്ചു ഗുരുവായൂർ ഹരിഗോവിന്ദൻ, കൂടുമൺ ശിവൻ. ഇത്രയും ആനകളാണ് ഈ വർഷത്തെ തിരുനക്കര പകൽപൂരത്തിൽ പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് പകൽപൂരത്തിന്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റു കാഴ്ചകളുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തിരുനക്കര പൂരം ആരംഭിക്കുകയാണ്. ആയതിനാൽ ഓരോ ആനകളും ഈ പടിക്കെട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അകത്തു നിന്ന് ഇറങ്ങി വരുന്ന സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി വോളണ്ടിയേഴ്സ് അല്ലാതെ വരികയാണ്. ആരവങ്ങൾ സ്വാഗതമോതുന്ന തിരുനക്കരയുടെ ഹൃദയത്തിലേക്ക് ആവേശമായി സാരഥിമാർ പള്ളിപ്പുറം ബാബു ആശാന്റെയും പ്രത്യുഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് വരികയാണവൻ. തെക്കൻ കാട്ടിൽ പിറന്ന തെക്കൻ നാട്ടിൽ വളർന്ന തെക്കൻ തമ്പുരാനായി തിളങ്ങി നിൽക്കുന്നവൻ. കൊച്ചിങ്ങൽ അമ്മ തമ്പുരാട്ടിയുടെ ദാസനായി വളർന്ന് തെക്കൻ ഭൂമിയെ അടങ്ങി ഭരിച്ച ചരിത്രമുള്ളവൻ. വൈക്കത്തപ്പന്റെ നാട് മാടി വിളിച്ചപ്പോൾ മാറ്റങ്ങളെ മനസ്സിലേറ്റി മധ്യ കേരളത്തിലേക്ക് കടന്നു വന്നവൻ. ആരാധകരുടെ വാസുവണ്ണനായി കരപ്പുറത്തിന്റെ രാജവീഥികളിൽ എഴുന്നള്ളി നിൽക്കുന്നവൻ. ഇന്ന് ഞാൻ ഇല്ലാത്ത ആവേശം ഈ നാട്ടിലേക്ക് വേണ്ടെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിതാ വീണ്ടും ഒരു തിരുനക്കര പൂരം കൂടുവാൻ വരികയാണവൻ. സഹ്യകുലപതി വേമ്പനാട് വാസുദേവൻ. കടന്നു വരികയാണ് വേമ്പനാടിന്റെ നാട്ടാന ചന്തം. വേമ്പനാട് ഗ്രൂപ്പ്
മഹാദേവൻ. തിരുനക്കരയുടെ ഉത്സവാവേശത്തിൽ പതിവുകാരനായി നിറഞ്ഞു നിൽക്കുന്ന വേമ്പനാടിന്റെ ആലച്ചന്തം അർജുനനും മഹാദേവനൊപ്പം വേമ്പനാടിന്റെ യശസ്സുയർത്തുന്ന വീരപ്രതാപതി ഇതാ തന്റെ മൗനങ്ങൾക്ക് മാറ്റമില്ലാതെ കേരളത്തിലെത്തി ഹരിതനായകനായി തിരുനക്കരയിൽ അവതരിക്കുകയാണ്. സത്യപുരപതി വേമ്പനാട് വാസുദേവനും അണിയിച്ചൊരുക്കുന്ന തിരുനക്കര പൂരത്തിലേക്ക് ഇതാ ചരിത്രത്തിന്റെ ഇടനാഴിയിൽ ചന്തം കൊണ്ട് തന്നെ നാമധേയം കുറിച്ചിട്ട പഴമയുള്ള തമ്പുരാക്കന്മാരിൽ പ്രമുഖനായ വേമ്പനാട് വാസുദേവൻ വരികയായി. ഈ മണ്ണിലേക്ക് ഇതാ വരുന്നു. തിളക്കമുള്ള കാലത്തു നിന്നും തികഞ്ഞ ആവേശങ്ങളുടെ ഇടനാഴിയിലേക്ക് ഇനി ഇതാ ഒരു ഇടുക്കിക്കാരന്റെ വരവ്. ഇവൻ മൺമരങ്ങളെ കളിത്തോഴനാക്കി വടക്കത്തെ അലങ്കാരമാക്കി മലയോര നാടിന്റെ ഹൃദയത്തിൽ വാഴുന്നവൻ. തിളക്കമുള്ള താരങ്ങളെ വരവേറ്റ് സ്വീകരിച്ച തിരുനക്കരയുടെ മണ്ണിലേക്ക് ഇനി ഇതാ ഗോപുരവാതിൽ കടന്നു വന്നു ചേരുകയാണവൻ. പുത്തനാം ആവേശങ്ങൾക്കും പുതുമയുള്ള ആരവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന തൊടുപുഴയുടെ കൊമ്പനായ ഗജകേസരി കരിമണ്ണൂർ ഉണ്ണി. കാത്തിരിക്കുന്ന കരുത്തുറ്റ വിസ്മയം എണ്ണം പറഞ്ഞ പൂരഭൂമികളിൽ ആഘോഷത്തിന്റെ പ്രതിപുരുഷനായ അവതാരം കൊണ്ടവൻ വൻമരങ്ങളോട് മല്ലിട്ട് വളർന്നപ്പോൾ വശ്യ സൗന്ദര്യ മകമ്പടിയായി ചേർന്ന വരാംഗ വിസ്മയം വാരണ വീരന്മാരുടെ ആരവ പെരുമയിലേക്ക് തന്റെ മാധവൻ പതിയണമെന്ന വാശിയുള്ളവൻ ഗജകേസരി കരിമണ്ണൂർ ഉണ്ണി. ഇവൻ മള്ളിയും സുസ്വാഗതം. തികഞ്ഞാരവങ്ങളും തികവാർന്ന ആവേശങ്ങളും തിരുനക്കര പെരുമയ്ക്ക് സമ്മാനിക്കുമ്പോൾ ഇതാ ഇനി ഇവിടെ നിറയുന്ന ആവേശങ്ങളിലേക്ക് അവതാരം കൊള്ളുകയാണ് തോട്ടക്കാട്ടിന്റെ ഉത്തമ ഗജരാജ.